വലിയ നാമത്തിന് മഹത്വമാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ രംഗങ്ങളിലേക്ക് അടുത്തു വരുന്ന ദിവസങ്ങളിൽ അതിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെയാണ് കൂടുതലായി നാം ഓർക്കുന്നത്. അവസാനപ്പെടുന്നാളിൽ യേശുതമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നതും അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയതുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി. കാരണം അതിന് തൊട്ടു മുൻപാണ് റോമ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പീലാത്തോസ് എന്ന് പറയുന്ന ഗവർണർ യെരൂശലേമിലേക്ക് എഴുന്നള്ളി വന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പ്രഭയും പ്രൗഢിയും ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു രാജാവിനെ പോലെ എഴുന്നള്ളി വന്ന ആളാണ് പീലാത്തോസ്. അതുവരെ യഹൂദിയയിലുള്ള പ്രദേശങ്ങളൊക്കെ ഭരിക്കപ്പെട്ടിരുന്നത് യഹൂദന്മാരോ അവരോട് ബന്ധപ്പെട്ട ആളുകളോ ആയവരായിരുന്നു. എന്നാൽ അവരൊക്കെ റോമുമായിട്ട് വളരെ അടുപ്പമുള്ളവരായിരുന്നു. ഹെറഡ് ദ ഗ്രേറ്റിൻ്റെ 3 മക്കൾ, ഏറ്റവും വടക്കുള്ള കൈസറിയ ഫിലിപ്പിയയിൽ ഫിലിപ്പ് എന്ന് പറയുന്ന രാജകുമാരൻ, ഇടയ്ക്ക് ഉള്ള പ്രദേശത്ത് അന്തിപ്പാസ് എന്ന് പറയുന്ന ഹെരോദ രാജാവിൻ്റെ 2ാമത്തെ മകൻ, തെക്കുവശത്ത് അർക്കലിയോസ് എന്ന് പറയുന്ന ഹെരോദാവിൻ്റെ 3ാമത്തെ മകൻ. ഇങ്ങനെയാണ് ആ രാജ്യത്ത് ഹെരോദ രാജാവിന് ശേഷം ഭരിക്കപ്പെട്ടത്. പുതിയ നിയമത്തിൽ നമ്മുടെ ഹെരോദാവ് എന്നുള്ള പേരിൽ വേറെ 2 പേരെ കൂടെ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികളിൽ ഹെറഡ് അഗ്രിപ്പ 1, ഹെറഡ് അഗ്രിപ്പ 2. ഇങ്ങനെ ഒരു 4-5 പേര് ഹെരോദാവ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇതെല്ലാം വ്യത്യസ്ത മനുഷ്യരാണ്. അർക്കലിയോസ് അപ്പനേക്കാൾ വളരെ ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് ശേഷം ആ കുടുംബത്തിൽ നിന്നാരുമല്ല യഹൂദിയയിൽ പുതിയ ഭരണാധികാരിയെ വന്നത്, മറിച്ച് റോമിൽ നിന്ന് നേരിട്ട് ഒരു ഗവർണറെ നിയമിക്കുകയായിരുന്നു. അതാണ് പീലാത്തോസ്. പീലാത്തോസ് ഒരു റോമൻ ഓഫീസറുടെ മകനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. യേശുവിനോട് ചേർന്നൊരു പ്രായമൊക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം യെരൂശലേം പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ അടയാളമായ കഴുകന്റെ ചിഹ്നം വഹിച്ചുകൊണ്ട് ഏറ്റവും മുൻപിൽ ഒരാളും പിന്നെ അശ്വാരൂഢരായ ആളുകളും ഒക്കെ ആയിട്ടാണ് ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. അതിനൊരു മറുപടി എന്നോണം, ഒരു മോക്കറി എന്നതുപോലെയാണോ യേശു ഈ കഴുതക്കുട്ടി പുറത്ത് വന്നത് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഒരു കോളനൈസേഷന്റെ അധികാരപ്രമത്തതയുടെ അടിമകളെ പോലെ പ്രജകളെ കാണുന്ന ആ അധികാരികളുടെ മുൻപിൽ താഴ്മയുള്ളവരായി സേനകളൊന്നുമല്ല, മറിച്ച് കുരുടന്മാരും മുടന്തന്മാരും കുഷ്ഠരോഗികളും പാപികളും വേശ്യമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തെ അകമ്പടി സേവിച്ച് യേശു യെരൂശലേം പട്ടണത്തിലേക്ക് വരുന്നത്. ഒന്ന് കോളനിവൽക്കരണത്തിൻ്റെ ഒരു ഉദാഹരണമാണെങ്കിൽ, മറ്റൊന്ന് കോളനി വാഴ്ചക്കെതിരെയുള്ള താഴേക്കിടയിലുള്ള ആളുകളുടെ അവകാശത്തെ ധ്വംസിക്കുന്നതിന് എതിരെയുള്ള ശാന്തമായ ഒരു വിപ്ലവമാണ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് യഹൂദന്മാരെ ചൊടിപ്പിച്ചു എന്നതുപോലെ, യഹൂദന്മാരെ ചൊടിപ്പിച്ചത് ദേവാലയത്തിൽ വന്ന് അവിടെ യാതൊരു അധികാരവുമില്ലാത്ത യേശു അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. യേശു മഹാപുരോഹിതൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഒരിക്കൽ പോലും യേശു പൗരോഹിത്യ വസ്ത്രങ്ങൾ അണിയുകയോ യെരൂശലേം ദേവാലയത്തിലെ യാഗങ്ങൾ അർപ്പിക്കുകയോ അവിടെ മഹാപുരോഹിതന്റെ ആണ്ടിലൊരിക്കലുള്ള ബലി അർപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിവിശുദ്ധ സ്ഥലത്ത് കയറിയിട്ട് പോലുമില്ല. അപ്പൊ പൗരോഹിത്യത്തിന് പുതിയൊരു വ്യാഖ്യാനം യേശു നൽകുകയായിരുന്നു. അത് പരമ്പരാഗതമായ പൗരോഹിത്യത്തിന് വളരെ വിഭിന്നമായ
വേറിട്ട ഒരു മഹാപുരോഹിത ധർമ്മം, അത് ജനങ്ങളുടെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവസ്നേഹത്തിൽ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു ശ്രമമായിരുന്നു. യേശുവിൻ്റെ ജനനത്തെ പറ്റി ഓർക്കുമ്പോൾ അന്ന് വലിയ കുഴപ്പമില്ലാതെ പോയ ഒരു കാലഘട്ടമാണ് യഹൂദ മതം. അതിൽ ഒന്നാന്തരം ദേവാലയം 46 വർഷം കൊണ്ട് പണി നടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് 1/2 നൂറ്റാണ്ട് പണി നടക്കുകയാണ്. സൊലോമോന്റെ ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെട്ടു. സെരുബ്ബാബേലിന്റെ കാലത്ത് വീണ്ടും പണിതു. ഹെറോദ് ദ ഗ്രേറ്റിന്റെ കാലത്ത് വീണ്ടും അതിനെ മനോഹരമാക്കുകയാണ്. ഇപ്പൊ ദേവാലയത്തിന് കുഴപ്പമൊന്നുമില്ല. യാഗങ്ങളും പെരുന്നാളുകളും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അവിടെ ഒന്നും ഒരു കുഴപ്പവുമില്ല. നല്ല വേദശാസ്ത്രജ്ഞന്മാർ, ഗമാലിയലിനെ പോലെയുള്ള പണ്ഡിതന്മാരായ വേദശാസ്ത്രജ്ഞർ, അവർക്കും കുഴപ്പമില്ല. പുറമേ നോക്കുമ്പോൾ മതപരമായി എല്ലാം അതാതിന്റെ ചിട്ടി അനുസരിച്ച് പോവുകയാണ്. ഗാനങ്ങളുടെ ആലാപനവും അതുപോലെ അനുഷ്ഠാനങ്ങളുടെ ക്രമീകരണവും ഒക്കെ നിഷ്ഠയായി നടക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇതൊന്നും പ്രീതിപ്പെടുന്നില്ല. തന്റെ ആടുകൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയിരിക്കുന്നു എന്നാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ ദൗത്യം വളരെ വ്യത്യസ്തമായ ഒരു ദൗത്യം. മാനുഷികമായ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ മനുഷ്യർക്ക് ഒട്ടും പ്രീതികരമായി തോന്നുന്ന രീതിയിലല്ല. ഇന്നത്തെ പൊമിയംസിലായാലും അത് തന്നെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. കണ്ടാൽ ആകൃതിപരമായോ സൗന്ദര്യപരമായോ ഒരാകർഷണം തോന്നുന്ന ഒരു മനുഷ്യരൂപമല്ല, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള അധികാരം ഉപയോഗിക്കുന്ന ആളല്ല. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ രോമം കർത്തയ്ക്കുന്നതിന് മുമ്പിൽ ചെമ്മരിയാട് പോലെ നിൽക്കുന്ന യേശു തമ്പുരാൻ. ഒരു പുതിയ ഒരു ആത്മീയത, വേറിട്ട ഒരു ആത്മീയത, അതാണ് യേശു തമ്പുരാൻ ഈ ആഴ്ചയിലെ പ്രവർത്തനങ്ങളിലും കാട്ടിത്തരുന്നത് എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.